ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ യേശുനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യാലീശോയെ ഞങ്ങളൊന്ന് ചേർന്നങ്ങി ആരാധിച്ചുകൊണ്ട് ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിന്റെ 2ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് അങ്ങേ നന്ദി പറഞ്ഞ് ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ വേദനകള്, ദുഃഖഭാരങ്ങള്, രോഗപീഠകള്, ഞെരുക്കങ്ങള്, ഡിപ്രഷൻ, ഭയം, ദുശീലങ്ങള്, തഴക്കദോഷങ്ങള് എല്ലാം തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല കർത്താവെ. പരമപരിശുദ്ധനായ കർത്താവെ, അങ്ങയുടെ പരിശുദ്ധിയുടെ മുമ്പിൽ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദാനിയേലിനെ പോലെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളിൽ അങ്ങയുടെ അരികിലേക്ക് ഓടി വന്ന് അങ്ങയെ വിളിച്ച് ആ പ്രശ്നത്തിൽ മാത്രമല്ല എപ്പോഴും ഞങ്ങൾ കണ്ടു കർത്താവെ. ദാനിയേല് താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ എല്ലാ ദിവസവും 3 നേരം മുട്ടുകുത്തി ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ച് അങ്ങയുമായിട്ട് ആഴമായ ബന്ധത്തിൽ ജീവിച്ച ദാനിയേലിനെ പോലെ ജീവിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ. ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമല്ല, അല്ലാത്ത സമയത്തും നിരന്തരമായ അങ്ങയുമായുള്ള ബന്ധം പുലർത്തുവാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനിയേലിനോട് ചേർന്ന്, ദാനിയേലിന്റെ മാതൃകയോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ ഉപവസിച്ച് നോമ്പ് നോക്കി ത്യാഗം ചെയ്ത് കർത്താവെ തിരുമുമ്പിലായിരിക്കുന്ന അങ്ങയുടെ മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളില്, ഞങ്ങളുടെ നിയോഗങ്ങളില്, ഞങ്ങളുടെ കുടുംബങ്ങളില്, ഞങ്ങളുടെ മക്കളില് അതിശക്തമായിട്ട് ഇടപെടണമേ എന്ന് വലിയ ദാഹത്തോടും എളിമയോടും വിശ്വാസത്തോടും കൂടെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ തിരുമുമ്പില് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ ഇടപെടണമേ. കർത്താവെ ശ്രവിക്കണമേ. കർത്താവെ ക്ഷമിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. ദാനിയേൽ പ്രാർത്ഥിച്ചു. 9-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനത്തില് ദാനിയേൽ പ്രാർത്ഥിച്ചു, കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ വേദനകള്, ദുഃഖഭാരങ്ങള്, സങ്കടങ്ങള്, അവസ്ഥകള് എല്ലാം അങ്ങ് നോക്കി കാണണമേ. അങ്ങ് ശ്രവിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ പാപികളാണ്, അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്, വഴുതെറ്റി പോയിട്ടുണ്ട്. ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കുടുംബങ്ങള്, ഞങ്ങളുടെ പൂർവികര് കർത്താവെ ചെയ്തു പോയ പാപങ്ങള് ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളില് നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥന ദാനിയേലിന്റെ പുസ്തകത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം വചനങ്ങൾ നിങ്ങൾ പ്രത്യേകം എടുത്ത് അത് നമ്മുടേതാക്കി മാറ്റിക്കൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. അവിടെ ദാനിയേല് ഇതെല്ലാം വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ. 25 വട്ടം ശിരസ് നിലത്ത് മുട്ടിച്ചുകൊണ്ട് സാധിക്കുന്ന മക്കളൊക്കെ കർത്താവിന് സന്നിധിയില് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ നോക്കി കാണണമേ, കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ നോക്കി കാണണമേ, കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ. നിരന്തരമായിട്ട് ഒരു സുഹൃത്ത് ജപം പോലെ ശർമ്മയിൽ പ്രാർത്ഥിക്കണം മക്കളെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദാനിയേൽ പ്രാർത്ഥനയുടെ 2-ാം ദിനത്തില് നമ്മുടെ കർത്താവിന്റെ കൂടെ ആയിരിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യത്തോർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മളിന്ന് ദാനിയേലുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ കാണുന്നത് 9-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനമാണ്. നമ്മൾ കാണുകയാണ്,
ജെറമ്യാ പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാടനുസരിച്ച് ജെറൂസലേം നിർജ്ജനമായി കിടക്കേണ്ട 70 വർഷങ്ങളെ കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുകയും ചെയ്തു. ദാനിയേല് ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയില് ബാബിലോൺ പ്രവാസത്തിലാണ്. അതിന്റെ കാരണങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് ജെറമ്യാ പ്രവാചകന്റെ പ്രവചനം നേരത്തെ പറഞ്ഞില്ലേ, 40 വർഷം ജെറമ്യാ പ്രവചിച്ചു. ദൈവജനത്തോട് തിരിച്ചു ആ മക്കളെ, മാനസാന്തരപ്പെടും, കർത്താവിലേക്ക് തിരിച്ചു അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. ശിക്ഷയെ കുറിച്ചും ഈ 40 വർഷം വരാൻ പോകുന്ന നാശത്തെ കുറിച്ച്, ദുരിതങ്ങളെ കുറിച്ച്, പ്രവാസത്തെ കുറിച്ച്, തകർച്ചകളെ കുറിച്ച്, ശിക്ഷകളെ കുറിച്ച് അതിശക്തമായിട്ട് പ്രവചിച്ച ഒരു പ്രവാചകനാണ് ജെറമ്യാ പ്രവാചകൻ. അതിന്റെ പേരിൽ പലവട്ടം ശിക്ഷിക്കപ്പെട്ടു, കല്ലെറിയപ്പെട്ടു, കിണറ്റിലെറിയപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, തിരസ്കരിക്കപ്പെട്ടു, കുറ്റപ്പെടുത്തപ്പെട്ടു. ഒത്തിരി വേദനയോടുകൂടി കർത്താവിന് വേണ്ടി വേദനിച്ച ഒരു വലിയ പ്രവാചകനാണ് ജെറമ്യാ പ്രവാചകൻ. ഈ ജെറമ്യാ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി സംഭവിച്ചു. അതുകൊണ്ട് ദാനിയേൽ പ്രവാചകൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കണം. അറിയോ, അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു. കണ്ടോ, ദാനിയേൽ ചെയ്ത കാര്യം എന്താണ്? അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതെല്ലാം തന്നെ എളിമപ്പെടലിന്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. നമ്മുടെ ദിവസങ്ങളൊക്കെ നമ്മളത് സ്വീകരിക്കണം. ഉപവസിച്ച് ത്യാഗം ചെയ്ത് നോമ്പ് നോക്കി കർത്താവിനോട് എങ്ങനെ പ്രാർത്ഥിക്കണം? തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. അതാ ദിവ്യഗാന സന്നദ്ധിയില് ഈ ദിവസങ്ങളിൽ മക്കളെ വിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് ദിവ്യഗാന സന്നദ്ധിയില് 1.5 മണിക്കൂറെങ്കിലും ഇരിക്കാൻ പറ്റുന്ന മക്കള് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങള്, നമ്മുടെ മക്കളുടെ അവസ്ഥകള്, അത് വന്ന ശിക്ഷകള്, തകർച്ചകള്, രോഗപീഠകള്, പരാജയങ്ങള്, ഒത്തിരിയേറെ പൈശാചിക പീഡകള്, അങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ സമാനമായ കാര്യങ്ങൾ ഏറെയുണ്ട്. അങ്ങനെ കാരണങ്ങളുണ്ട്. ദൈവത്തെ വിട്ടുപോയ നമ്മുടെ ജീവിതത്തിനെ കുറിച്ചൊക്കെ ദിവസങ്ങൾ നമ്മൾ കാണും, പ്രാർത്ഥിക്കും, കരുണയ്ക്ക് വേണ്ടി യാചിക്കും. ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ ദാനിയേൽ പ്രവാചകൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ തീഷ്ണമായ പ്രാർത്ഥന എളിമപ്പെടുത്തിയ ഒരവസ്ഥ, ഇങ്ങനെ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ചാണ്ടല്ലോ നമുക്കറിയാം. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനത്തില് ദൈവദൂതൻ പറയാണ്, അവൻ പറഞ്ഞു, ദാനിയേലെ ഭയപ്പെടേണ്ട, ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുമ്പില് നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരുന്നു. കണ്ടോ, പ്രാർത്ഥന കേട്ടു എപ്പോഴെന്നറിയോ? ഈ ദാനിയേല് എപ്പോൾ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് കർത്താവിന്റെ മുമ്പില് എളിമപ്പെട്ട് തീഷ്ണമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ, ആ നിമിഷം മുതൽ അവന്റെ പ്രാർത്ഥന കർത്താവിന്റെ മുമ്പില് സ്വീകരിക്കപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയുടെ ശക്തമായ ഒരു പ്രോമിസാണ്, ഒരു വാഗ്ദാനമാണ്. ഇതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ ദാനിയേലിനെ പോലെ ഒന്നും കൂടി ഓർക്കുക. ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു. നമുക്ക് എളിമപ്പെടാം. അഹങ്കാരങ്ങളും ഞാനെന്ന ഭാവങ്ങളും ആ ചെടിക ആസക്തികളും അതെല്ലാം വിട്ടുപേക്ഷിച്ച്, നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വിട്ടുപേക്ഷിച്ച്, ഇടച്ച പറയാണ്, ഭക്ഷണത്തിലുള്ള നിയന്ത്രണം നമ്മൾ ശക്തമായിട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ വെള്ളം ചേർക്കരുത് കേട്ടോ. ശക്തമായിട്ടുള്ള ഒരു ഉപവാസം. ഇറച്ചി, മീനും, മുട്ടയും, പാൽ ഉൽപ്പന്നങ്ങളും, നമുക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റുകളും, അതോടൊപ്പം തന്നെ മീഡിയ, വേണ്ടാത്ത റീലുകളും വേണ്ടാത്ത സിനിമകളും, ഇതൊക്കെ വിട്ടുപേക്ഷിച്ച് എളിമപ്പെടുക. എന്നിട്ട് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കർത്താവിടെ നമുക്ക് കർത്താവിന്റെ മുമ്പിലേക്ക് നമ്മത്തിനെ സമർപ്പിക്കാം. ദാനിയേലിനെ പോലെ എഴുതപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ച ഓരോ
ദുരന്തത്തിന്റെയും നാശത്തിന്റെയും തകർച്ചയുടെ പിന്നില് വലിയൊരു കാരണമുണ്ട് മക്കളെ. സാഹചര്യത്തിൽ അതേ അവസ്ഥയാണ്. ദൈവത്തിൽ നിന്നകന്ന് ദൈവത്തെ വിട്ടുപേക്ഷിച്ച് തന്നിഷ്ടം പോലെ ജീവിച്ച് അവിടെ ജെറമ്യാ പ്രവാചകൻ പറഞ്ഞുണ്ട്, തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ. ഈ ജെറമ്യാ പ്രവാചക പുസ്തകത്തില് പലവട്ടം പറയുന്ന കാര്യമാണ്, ദൈവത്തെ വിട്ട് കൽപ്പന പാലിക്കാതെ തന്നിഷ്ടം പോലെ ജീവിച്ച മക്കള് അനന്തരഫലമാണ് പ്രവാസം. ഇന്ന് നമ്മുടെയൊക്കെ പല നാശത്തിന്റെയും നമ്മുടെ മക്കളുടെയും കുടുംബത്തിന്റെയും നാശത്തിന്റെയും കാരണം ദൈവത്തെ വിട്ടു, വചനം വിട്ടു, കൽപ്പന വിട്ടു. അതുകൊണ്ട് നാശം വന്നു. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ധ്യാനിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് ഈ ദാനിയേൽ പ്രവാചകൻ ഇതുപോലെ പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത്, എളിമപ്പെടുന്ന, ചാക്കൊടുക്കുന്ന, ചാരം പൂശുന്ന, കർത്താവിന് മുമ്പില് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഇതേ മനോഭാവത്തോടെ, ഇതേ ചൈതന്യത്തോടെ നമുക്കും ഈ ദിവസങ്ങളില് നമ്മുടെ കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ. കർത്താവ് ഈശോയെ, ദാനിയേൽ പ്രവാചകനെ പോലെ അങ്ങേതിന് മുമ്പിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ നാശത്തിന്റെ കാരണങ്ങള്, ഞങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ചയുടെ കാരണങ്ങള്, ഇപ്പോൾ അനുഭവിക്കുന്ന പല പ്രശ്നത്തിന്റെ കാരണങ്ങള്, കർത്താവെ, അങ്ങയെ ഉപേക്ഷിച്ച് അങ്ങയുടെ കൽപ്പന ലംഘിച്ച് ഞങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടം പോലെ ജീവിച്ചതിന്റെ ഒക്കെ അനന്തര ഫലമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് തന്നെ കർത്താവെ, ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാത്തിനെ പിന്നില് ഞങ്ങൾ അങ്ങയെ വിട്ടുപോയതിന്റെ ഒരു അടിസ്ഥാനമുണ്ട്. കർത്താവ്, ഞങ്ങളെ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ദാനിയേലിനെ പോലെ ചാക്കൊടുത്ത് ചാരം പൂശി എളിമപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച ദാനിയേലിനെ പോലെ ഉപവസിച്ച് ത്യാഗം ചെയ്ത് അങ്ങയുടെ മുമ്പിൽ തീഷ്ണമായി പ്രാർത്ഥിച്ച ദാനിയേലിനെ പോലെ കർത്താവ്, ഇത് അങ്ങയുടെ മക്കള്, ആയിരക്കണക്കിന് മക്കള് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന്, എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇരുന്ന് കർത്താവെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ഞങ്ങളുടെ അവസ്ഥകളെ കാണണമേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥകളെ കാണണമേ. കർത്താവെ, പ്രാർത്ഥിക്കും മക്കളെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥകളെ കാണണമേ, അങ്ങ് നോക്കി കാണണമേ. ഞങ്ങളുടെ അവസ്ഥകള്, രോഗങ്ങള്, തകർച്ചകള്, ഞെരുക്കങ്ങള്, പ്രതിസന്ധികള്, രോഗപീഠകള്, ഡിപ്രഷൻ, വഴിപിഴച്ചു പോയ മക്കള്, കെണിപ്പെട്ടുപോയ മക്കള്, ഒത്തിരി ദുശീലത്തിൽപ്പെട്ടുപോയ മക്കള്, അടിമത്തിൽപ്പെട്ടുപോയ മക്കള്, കർത്താവെ കാണണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അങ്ങ് കാണണമേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ അങ്ങ് ഇടപെടണമേ. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങള്, ഞങ്ങളുടെ കുടുംബത്തിന്റെ പാപങ്ങള്, ഞങ്ങളുടെ മക്കളുടെ പാപങ്ങള് കർത്താവേ ക്ഷമിക്കണമേ. കർത്താവിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, മരിച്ചുപോയ പൂർവികരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെ സമർപ്പിക്കുന്നു, ഇപ്പോൾ ആയിരിക്കുന്ന ഞങ്ങളുടെ അവസ്ഥകളെ സമർപ്പിക്കുന്നു. അങ്ങ് വിട്ടുപോയ, അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ച, തന്നിഷ്ടം പോലെ ജീവിച്ച, ജഡികാസക്തിക്ക് അടിമപ്പെട്ട് ജീവിച്ച, ഭക്ഷണത്തിന് വേണ്ടി ജീവിച്ച, ലോകസുഖഭോഗങ്ങളുടെ പിന്നാലെ പോയി ജീവിച്ച, ലോകാരൂപിക്ക് അടിമപ്പെട്ടു പോയ ജീവിതം ജീവിച്ച ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബത്തിന്റെ പാപങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ മക്കളുടെ പാപങ്ങളെ ഓർത്ത് കർത്താവ്, ഞങ്ങൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദാനിയേൽ എപ്പോൾ കർത്താവിന്റെ മുമ്പിൽ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചുവോ ആ നിമിഷം മുതൽ അവന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെട്ടു. കർത്താവ്, ഞങ്ങളും സമർപ്പിക്കുന്നു, എളിമയോടെ സമർപ്പിക്കുന്നു, പശ്ചാത്താപത്തോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അങ്ങ് ഇടപെടണമേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ സാന്നിധ്യം നമുക്ക് സ്വർഗം തരുന്ന വലിയ സാന്നിധ്യമാണ്. വിശുദ്ധ മിഖായേൽ ഗബ്രിയേൽ മാലാഖ അതിശക്തമായി ഇടപെട്ട ദാനിയേലിന്റെ ജീവിതത്തിലെ വലിയ അനുഭവം നമുക്ക് നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും ലഭിക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള മധ്യസ്ഥം പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ.
ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിനെ കൂര ഭരന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാച് അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെ പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. വന്മേലിൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. വലിയ പ്രാർത്ഥനയോടെ കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ നിശക്തമായ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിച്ച് കർത്താവെ നോക്കി കാണണമേ, കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ കരുണയ്ക്കായിട്ട് നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി ഈ പ്രാർത്ഥനകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് സ്വയം നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ നോക്കി കാണണമേ, കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിച്ച എന്റെ മക്കളെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മക്കളും ദിവസങ്ങളൊക്കെ നന്നായിട്ട് കുമ്പസാരിക്കാൻ ശ്രദ്ധിക്കണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ജപമാല മുടങ്ങാതെ ചൊല്ലണം. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. നമ്മുടെ തിരുരക്തത്തിന്റെ ജപമാല കേൾക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കുന്നവര് നമ്മുടെ യൂട്യൂബ് ചാനലില് തിരുരക്തത്തിന്റെ ജപമാല എല്ലാവരും പങ്കെടുക്കണം. മാത്രമല്ല വിശുദ്ധ മിഖായേൽ മാലാഖയോട് പ്രത്യേക മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സന്നദ്ധിയിൽ എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോ അതിശക്തമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. നന്ദിയോടെ ആയിരിക്കാം നമുക്ക്. ഈശോ അനുഗ്രഹിക്കട്ടെ.